പശ്ചിമ ബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുകയും പിന്നീട് കാണാതാവുകയും ചെയ്ത ജഹാംഗീർ ഖാനെ സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയിരിക്കുകയാണ്. ഈ ജഹാംഗീർ ഖാൻ എന്ന വ്യക്തി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഭരണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെയാകെ വിറപ്പിച്ച ഒരു തൃണമൂലിലെ ഒരു നേതാവാണ്. പക്ഷേ ഫാൽട്ടയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തിന്റെ തലേന്ന് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തൃണമൂലിനെ മമതയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ ജഹാംഗീർ ഖാൻ മമതയുടെ ചെവിയിലേക്ക് കൊണ്ട് എത്തിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ നേപ്പാൾ അതിർത്തി വഴി രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ വലയിലാക്കിയത്. കൂടാതെ ഈ ജഹാംഗീർ ഖാൻ സുവേന്ദു അധികാരിയോട് ഒരു ചെറിയൊരു ഡയലോഗും അടിച്ചിട്ടുണ്ട്. ഞാൻ പുഷ്പയാണ്, അതുകൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ അവിടെ നിന്ന് മുങ്ങിയ ആ സമയത്ത് തന്നെ പശ്ചിമ ബംഗാളിലെ പോലീസ് ഉൾപ്പെടെ രാജ്യവ്യാപകമായി തന്നെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇയാളുടെ ഫോട്ടോ അടക്കം പോലീസിന്റെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റിലായ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കൊൽക്കത്തയിലേക്ക് മാറ്റുമെന്നാണ് ലഭിക്കുന്ന വിവരം. തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ കൂട്ടാളിയാണ് ജഹാംഗീർ ഖാൻ. ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന ജഹാംഗീർ ഖാനെ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം, ഭീഷണി, തീവെപ്പ് അടക്കം നിരവധി കേസുകൾ ഇയാളുടെ പേരിൽ ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫാൽട്ട പോലീസ് സ്റ്റേഷനിൽ ജഹാംഗീർ ഖാനെതിരെ 7 എഫ്ഐആറുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫാൽട്ട മണ്ഡലത്തിലെ TMC സ്ഥാനാർത്ഥിയായിരുന്നു ഈ ജഹാംഗീർ ഖാൻ. എന്നാൽ വോട്ടെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം മത്സരത്തിൽ നിന്നും പിൻവാങ്ങുന്നത്. കഴിഞ്ഞ മാസം, അതായത് കഴിഞ്ഞ മെയ് 21 നടന്ന വോട്ടെടുപ്പിന് തൊട്ട് മുമ്പാണ് ജഹാംഗീർ ഖാൻ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുന്നത്. വോട്ടെടുപ്പ് നടക്കാൻ വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ വാർത്താ സമ്മേളനം വിളിച്ച് താൻ മത്സരത്തിൽ നിന്നും പിന്മാറുന്നതായി ഇയാൾ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ പത്രിക പിൻവലിക്കാനുള്ള ഔദ്യോഗിക സമയപരിധി കഴിഞ്ഞിരുന്നാൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായിരുന്ന തന്നെ ഇയാളുടെ പേര് ബാലറ്റിൽ തുടർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മെയ് 24 പുറത്തു വന്ന ഫലത്തിൽ BJP 19,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചപ്പോൾ വെറും 7,783 വോട്ടുകൾ മാത്രമാണ് ജഹാംഗീർ ഖാനിന് ലഭിക്കുകയും 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുകയും എന്നത് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നാണം കെട്ടൊരു കാര്യമാണ്. പരാജയത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. വോട്ടർമാരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകൾ ജഹാംഗീറിനെതിരെ നിലവിലുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മുൻപ് കോടതിയിൽ നിന്നും ഇയാൾക്ക് നിയമപരീക്ഷ ലഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ മെയ് 26 കൽക്കട്ട ഹൈക്കോടതി ഇയാളുടെ എല്ലാവിധ ഇടക്കാല സംരക്ഷണങ്ങളും റദ്ദാക്കിയിരുന്നു. ഇതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഫാൽട്ടയിൽ ചില ബൂത്തുകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗ് നടത്തിയിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് വേളയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് UP കേഡറിലെ IPS ഉദ്യോഗസ്ഥനും പ്രത്യേക നിരീക്ഷകനുമായ അജയ് പാൽ ശർമ്മയെ ഇയാൾക്ക് ഒരു കർശനമായ നിർദ്ദേശം അജയ് പാൽ ശർമ്മ ജഹാംഗീർ ഖാന് നൽകിയിരുന്നു. ഇതിനിടെ പ്രശസ്തമായ പുഷ്പ സിനിമയിലെ കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ച് താൻ ആർക്കും വഴങ്ങാത്ത പുഷ്പയാണെന്ന് പറഞ്ഞ BJP നേതാവ് അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയെ ജഹാംഗീർ ഖാൻ പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു. ഈ വെല്ലുവിളിയെ താൻ നേരിട്ടോളാമെന്ന് സുവേന്ദു അധികാരിയും അന്ന് മറുപടി നൽകുകയാണ് ഉണ്ടായത്. ഈ രാഷ്ട്രീയ പോരിനൊടുവിലാണ് ഇപ്പോൾ തൃണമൂൽ മുൻ സ്ഥാനാർത്ഥിയെ പോലീസ് അതിസാഹസികമായി ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്.